എല്ലാവർക്കും സ്വാഗതം പുതിയൊരു റെസിപ്പിയിലേക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാമ്പാറാണ്. സിമ്പിൾ ആയിട്ടുള്ള സാമ്പാർ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതിന്റെയാണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ നമ്മൾ സാമ്പാർ പൊടി യൂസ് ചെയ്യണില്ല. വീട്ടിൽ അത്യാവശ്യമുള്ള പച്ചക്കറികൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു 1/2 കപ്പ് പരിപ്പാണ് നമ്മൾ ഇതിന് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം മത്തങ്ങ, ഒരു ഉരുളക്കിഴങ്ങ്, കുറച്ച് അമരക്കായ, പിന്നെ തക്കാളി പുളിക്ക് വേണ്ടിയിട്ട് അത്രയാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതെല്ലാം കഴുകിയിട്ട് നമ്മൾ കുക്കറിൽ ഇട്ടു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തോളൂ. എന്നാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പച്ചക്കറിയിലേക്ക് അതിന്റെ മണം ഒന്ന് നന്നായിട്ട് പിടിക്കും. കായില്ലാണ്ട് ഇത് സാമ്പാറല്ലേ, അപ്പോ കായപ്പൊടി ഇതിന്റെ ഒപ്പം തന്നെ കുറച്ച് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് ഇതിൽ പാകത്തിന് വെള്ളം വെക്കുക. വെള്ളം പാകത്തിനെന്ന് പറയാൻ കാരണം പച്ചക്കറി മാത്രമല്ല, ഇതിൽ പരിപ്പും കൂടി ഉണ്ടല്ലോ. അപ്പൊ പരിപ്പും കൂടി വേവാനുള്ള വെള്ളം അതിലുണ്ടാവണം. അതല്ലാന്നുണ്ടെങ്കിൽ സാമ്പാർ അടി പിടിക്കൂട്ടോ, കരിയും. അപ്പൊ അത് ശ്രദ്ധിക്കണം. അപ്പൊ പച്ചക്കറികളുടെ മുകളിൽ നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചോളൂ. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തോളൂ. ഈ പച്ചക്കറിയിലൊക്കെ ഉപ്പ് പിടിക്കണമല്ലോ, അപ്പൊ ഉപ്പ് തന്നെ ഇട്ട് കൊടുത്തോളൂ. കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് നന്നായിട്ട് തന്നെ വെന്തോളും. അപ്പൊ പച്ചക്കറി വേവില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് അത് അടച്ചിട്ട് അടുപ്പത്ത് വെച്ചോളൂ. ഇനി നമ്മൾ 1 കപ്പ് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി സാമ്പാറിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണല്ലോ അല്ലെ. അപ്പൊ ചെറിയ ഉള്ളി ഇല്ല എന്നുള്ളൊരു സവോള കട്ട് ചെയ്തിട്ട് അത് വഴറ്റിയാലും മതി കേട്ടോ. അപ്പൊ ചെറിയ ഉള്ളിയുടെ പച്ചമണം ഒന്ന് വിട്ടുപോകാനായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തോളൂ. എന്നിട്ട് ഇതിലാണ് നമ്മൾ സാമ്പാറിൽ ചേർക്കാനുള്ള മസാല ചേർക്കുന്നത്. 1 സ്പൂണ് മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളൂ. ഇത് കാശ്മീരി ചില്ലി ആയതുകൊണ്ട് അത്ര എരിവില്ല, അതുകൊണ്ടാണ് ഇതിലും കൂടി 1 സ്പൂൺ ഇട്ട് കൊടുത്തത് കേട്ടോ. എരിവ് കൂടുതലുള്ള മുളക് പൊടി വെച്ചാൽ 1 ടീസ്പൂൺ ഒന്നും ഇട്ട് കൊടുക്കണ്ട, എരിവ് പാകത്തിന് ഇട്ടാൽ മതി. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി കായപ്പൊടിയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ തന്നെ വേണ്ട, 1/2 ടീസ്പൂൺ ഒക്കെ ഇട്ടാൽ ചിലപ്പോൾ കൂടുതലാവും. ഒരു 1/4 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കായത്തിന്റെ മണം വരണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നോക്കൂ, നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇതാ കണ്ടോ, ഒന്നും ഉടഞ്ഞിട്ടില്ല. ഏതാനും പരിപ്പും ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഞാനൊരു 2 വിസിലാണ് വരുത്തിയുള്ളൂ കേട്ടോ. ഓരോ കുക്കറിനും ഓരോ പാകാവൂലോ. പിന്നെ പുളി വേണമെന്നുള്ളവര് പുളി ഒഴിച്ചോളൂ. ഞങ്ങളുടെ വീട്ടിലെ പുളി അത്യാവശ്യം വേണം ആൾക്കാർക്ക്, അതുകൊണ്ട് കുറച്ച് പുളി ഞാൻ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ചിലവർക്ക് തക്കാളിയുടെ പുളി മാത്രമേ വേണ്ടി വരുള്ളൂ, അപ്പൊ തക്കാളി മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പൊ പുളിയും കൂടി പിഴിഞ്ഞൊഴിച്ച് ഒന്ന് അതിൽ പിടിച്ചോട്ടെ, ഒന്ന് തിളയ്ക്കണം. തിളച്ചാലാണ് ആ പച്ചക്കറിയിലൊക്കെ അതൊന്ന് പിടിക്കുള്ളൂ. പിന്നെ നമ്മൾ വഴറ്റി വെച്ച സവോള അല്ലെങ്കിൽ ചെറിയ ഉള്ളി നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതാണ് നമ്മൾ ഈ സാമ്പാറിലേക്ക് ചേർക്കണ മസാല. സാമ്പാർ പൊടി ചേർക്കണില്ല കേട്ടോ. ഇനിയിപ്പോ സാമ്പാർ പൊടി ചേർത്തേ പറ്റൂ എന്നുള്ളവര് ലാസ്റ്റ് ഒരു കാര്യം ചെയ്യാം നമുക്ക്. ഇത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ മസാല നമ്മൾ ചേർത്ത് കൊടുത്തല്ലോ. അത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ചോട്ടെ. വല്ലാണ്ട് തിളക്കണ്ട കേട്ടോ. സാമ്പാർ ഒരുപാട് തിളച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്വാദ് പോവുക ചെയ്യാം. ഇപ്പൊ കറിവേപ്പിലയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കറിവേപ്പിലയുടെ സ്മെല്ലും കൂടെ ആ തിളയ്ക്കുന്ന സമയത്ത് അതിലൊക്കെ പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് തിള വരുന്ന സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഈ കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് അടച്ചു വെച്ചോളൂ. അടച്ചു വെച്ചിട്ട് തിള ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടുകും മുളകും കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് താളിച്ചിട്ട് നമ്മൾ ഈ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിലാണ് നമ്മൾ കടുകും മുളകും കറിവേപ്പിലയും താളിക്കുന്നത്. അപ്പോൾ ഇതിന്റെ മുമ്പത്തെ സ്റ്റേജിൽ നമ്മൾ ആ കറിവേപ്പില ഇടുന്ന സ്റ്റേജിൽ ഒന്ന് നമ്മൾ സാമ്പാർ രുചിച്ച് നോക്കൂ. അതിൽ എന്തിന്റെങ്കിലും കുറവുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, മസാല കുറവാണ് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതിൽ കുറച്ച് മസാല ഇട്ടിട്ട് ആ പച്ചമണം ഇടിപ്പിച്ചിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതൊരു ടിപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് മസാല പോരാന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ എന്താന്ന് വെച്ചാൽ പച്ചമണം മാറി കിട്ടുകയും ചെയ്യും, നമുക്ക് സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സിമ്പിൾ സാമ്പാർ റെസിപ്പി കേട്ടോ. എല്ലാവർക്കും വീട്ടിൽ പരീക്ഷിച്ച് നോക്കാം. വളരെ ടേസ്റ്റ് ഉള്ള ഒരു സാമ്പാറാണ്. ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റ് ഉള്ള ഒരു സാമ്പാറാണ്. വളരെ പെട്ടെന്ന് ഏത് ബാച്ചിലർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. അപ്പൊ എല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം നിങ്ങളുടെ കമന്റുകളൊക്കെ അറിയിക്കുക. ഇനി പെട്ടെന്ന് തന്നെ നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.